വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഫാൽക്കണെ ആയാലും ഈ പറഞ്ഞ പോലെ 10-35 പ്ലേയേഴ്സിന് നമ്മൾ എടുത്തത് അങ്ങനെയാണ്, മനസ്സിലാവും. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓൻ 5 കൊല്ലം മുമ്പ് എന്ത് ചെയ്തിരുന്നോ, 3-ാമത്തെ കൊല്ലത്തിൻ്റെ പകുതിയിൽ 2-ാമത്തെ മാസത്തിൽ എന്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റൂല, മനസ്സിലായോ. നമുക്ക് അങ്ങനെ എല്ലാവരും നോക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഇതാക്കും, മനസ്സിലായി. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഡിസിഷൻ എടുക്കും. പക്ഷെ അത് പ്രൂവൺ ആവണം. അല്ലാണ്ട് കുണ്ണകൾ വന്നിട്ട് ഇത് പറയുന്നതും കേട്ട് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു മെമ്പറിനെ കയറി അങ്ങനെ ഇതാക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിമൂവ് ചെയ്ത് നമ്മളങ്ങ് വനെടുത്തങ്ങ് റിമൂവ് ചെയ്ത് കളയും എന്നുള്ള വിചാരം ഒരു കുണ്ണക്കും വേണ്ട, മനസ്സിലാവും. ഒരു കുണ്ണക്കും അത് വേണ്ട. അത് ഞാൻ ഇപ്പോഴേ പറയാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവനോട് വെറുപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലി തീർക്ക് ബ്രോ, അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് തീർക്ക്. ഇത് ഈ പറഞ്ഞ പോലെ അവൻ്റെ ഭാവി വെച്ചിട്ടോ കരിയർ വെച്ചിട്ടോ ഇത് തീർക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഈ മെച്യൂർഡായിട്ടുള്ള കുറച്ച് ആൾക്കാരോടാണ് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ അങ്ങനെ അവരെ ഇത് വെച്ചിട്ട് തീർക്കരുത് നിങ്ങൾ, മനസ്സിലായോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കുവാൻ നോക്കുക. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ കാര്യങ്ങളും നോക്കി ഒരാളെ എടുക്കാൻ വേണ്ടി പറ്റൂല. അത് ഇപ്പം എന്നെ ആണെങ്കിലോ നിങ്ങൾ ഏത് വല്ല മഹാത്മാഗാന്ധി ആണെങ്കിൽ പോലും മൂപ്പരെയും നമുക്ക് അറിയൂല എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ തെറ്റ് ചെയ്തു, എന്തൊക്കെ ഇതാക്കി നമുക്ക് അറിയില്ല. നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റൂല, മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ നമുക്കിത് പ്രൂവൺ ആവണം. ഈ പറഞ്ഞ പോലെ ഇത് ഉള്ളതാണോ ഇല്ലാത്തയാണോ എന്ന് നമുക്ക് ഉറപ്പ് വരണം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വെറുതെ പറയുന്നത് കേട്ട് നമ്മളൊരാളെ ഇതാക്കലാണോ? അത് പറ്റൂല. ലീവ് എക്സലൻറ്റീസോ അങ്ങനെയല്ല ഇത് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ MRC വരുമ്പം കുറച്ച് ആൾക്കാർ നോക്കിയ കാര്യമുണ്ട്. അതായത് MRC നോക്കിയത്. MRC എന്ന് പറഞ്ഞ ഗ്യാങ്ങിനെയോ ഇതിനെയോ അല്ല നോക്കി. ഇതിൽ ഇവർക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള മെമ്പേഴ്സ് ഇതിലുണ്ടോ? Can I release a AI screenshot of you flirting with abusing a woman? You should be kicked until you be proven guilty too, even though it is fake. Okay. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു MRC എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാങ് വരുമ്പം ആദ്യം നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ കളിക്കുന്ന ഇതിൻ്റെ ആരാണ് ഇതിലുള്ളത്, ഇതെങ്ങനെ പോകുന്നുള്ള നോക്കണം. അല്ലാതെ ഈ പറയുന്ന പോലെ ഇതിൽ നമുക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ള ആളെ നോക്കി അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ നശിപ്പിക്കാൻ വേണ്ടി, അവരെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു RP ആണെങ്കിലും പുറത്താണെങ്കിലും അത് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർക്ക് പ്രോ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരാളെ കരിയർ വെച്ച് അവരെ നിങ്ങളെന്തോ ചെയ്തു, നിങ്ങളെന്തോ വിളിച്ചു, നിങ്ങളെന്തോ പറഞ്ഞെന്ന് വെച്ച് അത് നിങ്ങൾ ഇതാക്കാൻ നിൽക്കരുത്, മനസ്സിലായോ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അത് നിങ്ങളതായ രീതിയിൽ തീർക്കും. അല്ലാണ്ട് ഈ ടാർഗറ്റഡ് ആയിട്ട് ഇവരുടെ പ്ലേയേഴ്സ് മനസ്സിലായി, ഇവരെല്ലാം ഇവരുടെ പ്ലേയേഴ്സ് എന്നാൽ പിന്നെ ഇവരെ ഇതാക്കി കളയാം, ഹേറ്റ് കൊടുത്ത് കളയാം, അങ്ങനെ ഒരു സാധനം വെക്കരുത്, മനസ്സിലായി. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കി തീർക്കണം. Can I release a AI screenshot of you flirting with an abusing woman? You should be kicked until you are proven guilty too, even though it's fake. പ്രജിത്, താങ്ക് യു ഫോർ ദ 200 rupees. അത് KVA ഗ്രൂപ്പിലുള്ള സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഒരാളെ മാത്രം കുറ്റം ചുമത്തുന്നത് എങ്ങനെ? ആ മെസ്സേജ് കണ്ട് അന്ന് പ്രതികരിക്കാതെ ഇരുന്ന എല്ലാ KVA MRM BERS UM കുറ്റക്കാരാണ്. വെയിറ്റ് പ്രജിത്, താങ്ക് യു ഫോർ ദ 200. ഫാൽക്കൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KVA ഗ്രൂപ്പിലുള്ള സ്ക്രീൻഷോട്ട് ആണെങ്കിൽ ഒരാളെ മാത്രം കുറ്റം ചുമത്തുന്നത് എങ്ങനെയാ? ആ മെസ്സേജ് കണ്ട് അന്ന് പ്രതികരിക്കാതെ ഇരുന്ന എല്ലാ KVA മെമ്പേഴ്സും കുറ്റക്കാരാണ്. സത്യം. അത് വൺ ട്രൂത്താണ് മുത്തേ ഇപ്പോൾ പറഞ്ഞത്. പ്രജിത്ത് പറഞ്ഞത് വൺ ട്രൂത്താണ്. ഈ പറഞ്ഞ പോലെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുമ്പം അത് കണ്ടുകൊണ്ട് നിന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ റേപ്പ് ചെയ്യുമ്പം കണ്ടുകൊണ്ട് നോക്കാം, ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഈ കണ്ടുകൊണ്ടിരുന്ന ആൾ പോയിട്ട് കേസ് കൊടുത്താൽ ഇതെങ്ങനെ ഉണ്ടാവും? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആണത്തുണ്ടെങ്കിൽ, നിങ്ങൾക്കെല്ലാം കുണ്ണക്കുറപ്പുണ്ടെങ്കിൽ ആ സമയത്ത് പറയണം, അല്ലെങ്കിൽ ആ സമയത്ത് ഇതാക്കണം. അല്ലാതെ എപ്പോൾ കഴിഞ്ഞ് ഓനൊരു നല്ല നിലയിൽ എത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കരിയർ ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിയുമ്പം ഊമ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നതിൻ്റെ പറയുന്ന പേര് വേറെയാണ്. അത് ഞാൻ പറയുന്നില്ല, അത് ആരും എടുത്ത് ഞാൻ പറയുന്നില്ല. അതെല്ലാം കൊണ്ട് തന്നെ ഞാൻ ഇത് ഒയ്യാൻ തീരുമാനിച്ചത്, മനസ്സിലായോ. ഈ പറഞ്ഞ പോലെ അതെന്ത് ന്യായമാണ്? ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കണ്ട് കൈയടിച്ച് ഇതെല്ലാം നോക്കി നിന്ന് പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇത് പ്രശ്നമാകുമ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്യൂ. ഇതെങ്ങനെ അതിലെന്താ ലോജിക്കുള്ളത്? അത് പക്കാ ഊമ്പി തരാം, സത്യം. അങ്ങനെയാണെങ്കിൽ ഈ ഏത് ഗ്രൂപ്പാണോ, ഞാൻ ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കിപ്പോഴേ അറിയില്ല. ഇത് ഏത് ഗ്രൂപ്പാണ്, KVA ആണോ ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്നത് ഈ KVA ഗ്രൂപ്പാണെങ്കിലോ ടെക്സസ് ഗ്രൂപ്പാണെങ്കിലോ ഇത് പറഞ്ഞ സമയത്ത് എല്ലാ കുണ്ണകളും കണ്ട് നിന്ന് അതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇവനൊരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് എന്തൊരു ഊമ്പിത്തരാത്. അതിലും തന്നെ ഇത് ഉറപ്പാകുന്നില്ല, ഇത് വരുന്നില്ല, ഇത് ഒരു ഫേക്കപ്പ് സ്റ്റോറി ആവാനുള്ള ചാൻസ് കൂടുന്നില്ല. ഞാൻ ഇതാക്കി പറയുന്നില്ല, എനിക്ക് അറിയത്തില്ല, ഇപ്പോൾ നമുക്ക് സത്യം അറിയത്തില്ല. സത്യം അറിയുന്നവരെ ഞാൻ ഒന്നും പറയാനും പോകുന്നില്ല. സത്യം അറിയാതെ ഒരാളുടെ നേരെ ഡിസിഷൻ എടുക്കരുത്, അതും കൂടി ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പാപ്പനെന്താ ചുമ്മാ ഇരിക്കുന്ന? പറ, അപ്പാപ്പൻ്റെ എന്താ തോന്നുന്നത്?
ഇല്ല, ഞാൻ എന്തായാലും ഇപ്പൊ എടുത്ത ഡിസിഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഇറക്കേണ്ടവരൊക്കെ ഇറക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ അതനുസരിച്ച് അതല്ല, ബാക്കി സംസാരിക്കാം. ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ വരാനുള്ള ഒരു കാരണം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ, കുറച്ച് ദിവസം മുമ്പേ ഇത് പൃഥ്വിയുടെയും മൈക്കിന്റെ ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു. എല്ലാവരും കുറെ പേര് വിചാരിച്ചിരിക്കണ അത് ഫാൽക്കനാണ് ഇറക്കിയതെന്നും പറഞ്ഞിട്ട് ഫാൽക്കനെതിരെ വന്ന ഒരു സാധനമാണ് ഇത്. എടാ നമ്മള് ലിറ്ററലി കൂടെ പറഞ്ഞത് നിന്നില്ലെങ്കിൽ പിന്നെ മനസ്സിലായോ? ആരാണ് അവരല്ലേ കൂടെ നിക്കാന്? അതുകൊണ്ട് ഫാൽക്കനാണ് ഇറക്കിയെന്ന് വിചാരിച്ച് ഫാൽക്കന് കൊടുക്കാൻ വേണ്ടി ഉള്ള പണിയായിരുന്നു ഈ സമയത്ത് അത് ഇറക്കിയത്. കാരണം 2.5-1.5 വർഷം മുമ്പ് നടന്ന ഈ സംഭവത്തിന് ഇപ്പൊ ഇറക്കിക്കൊണ്ട് ആ ചാറ്റ് കണ്ടുപിടിച്ച് വന്നിട്ട് ഇപ്പൊ ഫാൽക്കനായിട്ട് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനുള്ളതാണ്. കാരണം അവരെല്ലാം വിചാരിച്ചിരിക്കണ അത് ഫാൽക്കൻ ഇറക്കിയ വീഡിയോ ആണ് ആ പൃഥ്വിയുടെയും കാര്യത്തിലൊക്കെ. പക്ഷെ പൃഥ്വി എല്ലാവരുടെ അടുത്തും ഇപ്പോഴും ഫാൽക്കൻ കമ്പനിയാണ്. പൃഥ്വിക്ക് വരെ അറിയാം അത് ഫാൽക്കൻ ഇറക്കിയതല്ല, അവർക്കൊക്കെ അറിയാം. പക്ഷെ വേറെ കുറെ വിചാരിച്ചിരിക്കണ ഫാൽക്കനാണ് ഇറക്കിയെന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് ഫാൽക്കന്റെ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ ഒരു സാധനം ചെയ്തിരിക്കുന്നത്. കാരണം കൺവേർട്ട് ചെയ്യണമെന്ന് പറയല്ലേ. ഇത് ഞാൻ കുറെ ദിവസം ഈ സിറ്റുവേഷൻ വരും മുമ്പേ തൊട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് ഫാൽക്കനാണ് ഇറക്കിയ, ഫാൽക്കൻ പണി വരുന്നുണ്ടെന്ന്. അവനൊന്ന് പച്ച പിടിച്ച് വരും, ഫാൽക്കണൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോ അവന്റെ ചാനലൊന്ന് റെഡിയായി വരിക പറയണം. ഞാൻ ഈ കാര്യത്തിൽ ഫാൽക്കനെ സപ്പോർട്ടും ചെയ്യുന്നില്ല, ഒട്ടും ചെയ്യുന്നില്ല. ഇത് ഷമീർ എത്ര ചെയ്യുന്ന അതിന്റെ ഒരു 4 പോലും ഞാൻ ചെയ്യില്ല. കാരണം അവന് തന്നെ ഉറപ്പില്ലാന്ന് പറഞ്ഞത് കൊണ്ട് ഇനി എനിക്കില്ല. കാരണം ഷമീർ അല്ലല്ല, ഞാൻ ഷമീർ VC വരുന്നുമ്പോ നമ്മളെല്ലാം ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളെ മീറ്റിംഗിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ഇല്ല, ഫാൽക്കന്റെ ഇങ്ങനെ ഒരു പ്രൂഫില്ലാതെ മാറ്റണതിന് എനിക്ക് താല്പര്യമില്ല. കാരണം അതിന് മുമ്പേ ഫാൽക്കന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷെ ഇപ്പൊ ഫാൽക്കൻ ഇല്ല എനിക്ക് ഉറപ്പില്ല എന്ന് ഫാൽക്കൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉറപ്പില്ല എന്ന് പറയാൻ ഫാൽക്കന്റെ ഭാഗം ഫാൽക്കൻ തന്നെ ക്ലിയർ ആക്കുന്നവരെ കയ്യിൽ തന്നെയാണ്. വേറെ ഒന്നും എന്തായാലും എനിക്ക് പറയല്ലേ. ഞാൻ സൂപ്പർ ചാറ്റ് വായിക്കട്ടെ. ഡോക്ടർ മെഡിക്കോ, താങ്ക് യു ഫോർ ദ 100 rupees. MRG പീപ്പിൾ സീക്ക് ദി എക്സാക്ട് മോഡ് ഓഫ് ദ തെറ്റാണ് ചെയ്തത്. വേറെ ഒരുത്തിൻ്റെ പെണ്ണ് എടുക്കാൻ വേണ്ടി ക്യാഷ് ഓഫറിങ് അവനെ അതിന് വിട്ട് ഉൾപ്പെടെ ഔട്ടാക്കണം. അത് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞതാ. ഒരു മിനിറ്റ് വെയിറ്റ്. അടുത്തെന്താ ഇലവേറ്റോ വൈ MRG ഈവൻ ദോ വിത്ത് എന്താ ഒരു മിനിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. എലവേറ്റർ വൈ MRG മാരി കിക്കഡ് ഈവൻ ദോ വിത്ത് പ്രൂഫ്. അതിനുള്ള ഇത് നമ്മൾ എടുത്തല്ലോ ബ്രോ, അതിനുള്ള ഇത് നമ്മൾ എടുത്തല്ലോ. If Falcon gets kicked without proper proof and I don't wanna waste my money on this fake family anymore, especially that Mac, please don't call your members family bro. As a MRG fan, as a MRG super chat sponsor, if Falcons gets kicked without proper proof and I don't wanna waste my money on this fake family anymore, especially that Mac, please don't call your members family bro. അല്ലടാ, അത് അങ്ങനെയല്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടിക്കെതിരെ, ഇത് വേറെ എന്തെങ്കിലും കേസാണെങ്കിലും ഓക്കെ, ഒരു പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റൂല. മനസ്സിലാവും? അത് നമുക്ക് ഇത് ഓർഗിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോ കുറച്ച് ഇതുണ്ട്. മനസ്സിലാവും? ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സത്യം തെളിയുന്നവരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ സത്യം തെളിയുന്നവരെ ഇവനാണ്, ഫാൽക്കണാണ് ഇത് ചെയ്തതെന്ന് തെളിയുന്നവരെ ഓൻ കുറ്റക്കാരനല്ല. പക്ഷേ അഥവാ ഓൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഫാൽക്കണ് യാതൊരു ഉറപ്പുമില്ല. മനസ്സിലായോ? ഫാൽക്കൺ ഇത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഫാൽക്കൺ അതിൽ എത്ര ശതമാനം ഉറപ്പ് പറയാൻ പറ്റും? ഫാൽക്കണെ കേൾക്കുന്നുണ്ടോ? എങ്ങനെ പോലും ഞാൻ 90% ഞാൻ ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 10% ഉണ്ട്. മനസ്സിലാവും? ഈ 10% ഉണ്ട്. അപ്പൊ ഈ 10% കാരണം ആ സമയത്ത് നമ്മള് പലരായിട്ട് ഹെയ്റ്റ് ഉണ്ട്, പലരായിട്ട് അടിയുണ്ട്. ഞാൻ മാത്രല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ഉള്ളമാർ എന്തെങ്കിലും പറഞ്ഞു കാണും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ ഇനിയിപ്പോൾ തെറ്റുകാരനാണെങ്കിൽ ഫാൽക്കൺ മാത്രം കുറ്റക്കാരനാകുന്നില്ല. ആ ഗ്യാങ്ങിൽ എത്ര ആൾക്കാർ ഇതിൽ അത് കണ്ടിട്ടുണ്ടോ, അത് ഇതാക്കിയിട്ടുണ്ടോ, അവരെല്ലാവരും കുറ്റക്കാരാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യമാണെങ്കിൽ ഫാൽക്കൺ ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ടും എല്ലാ രീതിയിലും ഓൻ്റെ അടുത്ത് ഇത് വെക്കാനുള്ള കാര്യം തന്നെയാണ് ഓൻ ചെയ്തത്. പക്ഷേ ഇത് പ്രൂവൺ ആവണം. ഈ പറഞ്ഞ പോലെ 10% അവിടെ ഉണ്ട്. ഫാൽക്കൺ പറഞ്ഞ പോലെ 10% അവിടെ ഉണ്ട്. ഈ 10%ൽ
നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അഥവാ ഒരു 10% എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഒരു ഇതാണ്, ഒരു പെർസെൻറ്റേജ് ആണ്, മനസ്സിലായോ? അപ്പോൾ അഥവാ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇത് നിങ്ങളോട് ആദ്യം നമ്മൾ പറഞ്ഞതല്ലേ കിക്ക് ചെയ്യാൻ വേണ്ടി, എന്തുകൊണ്ട് കിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് പല സ്ഥലത്തുനിന്നും വരും, മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതാരാണോ ചെയ്തത് ഇത് ഉള്ളതാണെങ്കിൽ അതിൻ്റെ തെളിവ് പുറത്ത് വരട്ടെ, നമ്മൾ ഇതാക്കാം. ഇനിയിപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതാക്കിയില്ലെങ്കിൽ നമ്മൾ ഫാൽക്കണെ തിരിച്ചെടുക്കും. ഇത് സാധാരണ നടക്കുന്ന കാര്യമാണ്. അതായത് നമുക്കൊരാളെ ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആരോപിതനാണെങ്കിൽ നമ്മൾ അവരെ വീക്ഷിക്കൂലേ, അതുപോലെ തന്നെയാണ് ഇത്, മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇതിൽ, വേറെ ഇതൊന്നുമില്ല. നമുക്ക് ഉറപ്പ് വരണം ഈ പറഞ്ഞ ആൾ ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു 10% അവിടെ ഫാൽക്കണിനും ഒരു ചെറിയ ഒരു ഇതുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 ദിവസത്തേക്ക് ഫാൽക്കണ്ണ അവിടെ വെച്ചിട്ടുള്ളത്. ഫാൽക്കണ്ണ പുറത്താക്കിയോ വേറെ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തില്ല. ഫാൽക്കണ്ണ നമ്മൾ ജസ്റ്റ് അവിടെ വെച്ചു, മനസ്സിലായോ? ഫാൽക്കണ്ണ ഇവിടെ ഉണ്ടായ ഫാൽക്കണ്ണ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചു കാണാൻ വേണ്ടി, സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഈ സത്യം പുറത്ത് വന്ന് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഇതിലൊരു പെർമനൻറ്റ് ഡിസിഷൻ എടുക്കും. അതുവരെ ഈ പറഞ്ഞ പോലെ 2 ദിവസത്തേക്കൊന്ന് മാറ്റി നിർത്തി, മനസ്സിലായോ? അതാണ് നമ്മൾ ചെയ്തത്. മാറ്റി നിർത്തി മീൻസ് ഇതിൻ്റെ സത്യം പുറത്ത് വരണം, അതിനുവേണ്ടി നമ്മൾ മാറ്റി നിർത്തിയതാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാൽക്കൺ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മളെ ഫാമിലി മെമ്പർ ആണെങ്കിലും നമുക്കിത് 100% നമ്മൾ ഫാൽക്കണ്ണ ഇതാക്കി കഴിഞ്ഞാൽ, അനുകൂലിച്ച് കഴിഞ്ഞാൽ അത് നാളെ ഒരിത് വരുമ്പോൾ അത് പ്രശ്നമാവും, മനസ്സിലായോ? അതൊരു പ്രശ്നമാവും. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതെ ചുമ്മാ ഫാൽക്കണ്ണ നമ്മളവിടെ വെക്കുന്നത്. ഫാൽക്കണ്ണ വേറെ ഇതൊന്നുമില്ല. ഇവനവിടെ നമ്മൾ വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സത്യം പുറത്ത് വരണം. ഈ ഏത് ഗുണങ്ങളാണ് ഇത് ചെയ്തത്, ഈ സത്യം പുറത്ത് വരണം, അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തതാണ്, വേറൊന്നുമല്ല ഗൈസ്. അതുകൊണ്ട് ഈ ഡിസിഷൻ എടുത്തതിനെ കുറ്റം പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നതാണ്. ഷമീർ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ സൂപ്പർ ചാറ്റ് ചെയ്ത് എല്ലായിടത്തും ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള കൊച്ചായിരുന്നു ഈ ഓപ്പോസിറ്റിലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ സൂപ്പർ ചാറ്റ് ഈ മെസ്സേജ് ഇപ്പൊ ഇവിടെ ഇടുമായിരുന്നു. CMRZ fans, SHKH and MacVCIL മാത്രം നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പം ഈ ഗ്രിംഫിച്ച് ബ്രോ ഒക്കെ വന്നിട്ട് ഈ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു എലിഗേഷൻ വന്നപ്പോ ഫാൽക്കനെ മാറ്റി നമ്മൾ സൂപ്പർ ചാറ്റ് ചെയ്തൊക്കെ മണ്ടന്മാരായി, അങ്ങനത്തെ ഒരു രീതിയാണ് ബ്രോ ഇപ്പൊ പറഞ്ഞത് ഈ സൂപ്പർ ചാറ്റ് ചെയ്ത്. ഈ നമ്മളിപ്പോ ഓപ്പോസിറ്റ് ഫാൽക്കൻ പറഞ്ഞ ആ കൊച്ചില്ലേ അലീന, ആ അലീനയുടെ ബന്ധുവോ അല്ലെങ്കിൽ പരിചയക്കാരനായിരുന്നു ഈ ഗ്രിംഫ്രിഡ്ജ് ബ്രോ എങ്കിൽ ഈ ബ്രോ ഇപ്പൊ ഇവിടെ ഈ സൂപ്പർ ചാറ്റ് ചെയ്യുമായിരുന്നു ഫാൽക്കനെ സപ്പോർട്ട് ചെയ്ത്? ഇല്ല. പക്ഷേ അത് മാത്രമാണ് നമ്മൾ ആലോചിച്ച് ഇപ്പൊ ഇതിനെ മാറ്റിയത്. അത് മാത്രമേ ആലോചിച്ച കാര്യം. അതായത് ഒരു പെൺകുട്ടിക്കെതിരെ ഒരു സംഭവം വന്നതിന് ശേഷം നമുക്കിത് പാസ്റ്റ് സംഭവം എല്ലാം ശരി തന്നെയാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം രാജുഭായി പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിക്കെതിരെ നമുക്കൊരു അലിഗേഷൻ വന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് നോക്കി നമ്മൾ നിൽക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ നമ്മളെ പെങ്ങൾക്കോ വേറെ ആയിരിക്കോ ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാക്കൂല്ലേ, നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥയും നമ്മൾ തേടിപ്പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇതെടുക്കും. അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, മനസ്സിലായോ? നമുക്ക് ഇതിൻ്റെ സത്യം അറിയില്ല, ഈ പറഞ്ഞ പോലെ ഇത് ഉള്ളതാണോ എന്ന് അറിയില്ല, ഇല്ലാത്തതാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. നമ്മൾ 90% ഫാൽക്കൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ 10% ഫാൽക്കൺ അടക്കം ഡൗട്ടുള്ള സ്ഥിതിക്ക് നമുക്കിതിൽ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഒരു പെൺകുട്ടീൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവൾക്കൊരു ന്യായം വേണ്ടേ? അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഫാൽക്കണ്ണെ നമ്മൾ 2 ദിവസം അവിടെ വെച്ചത്, മനസ്സിലായോ? കാരണം ഒരു പെൺകുട്ടി നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ ചെയ്ത ഒരു ഗ്യാങ് അവൻ സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി പറ്റൂല, മനസ്സിലായി? ഇതിൻ്റെ സത്യം പുറത്ത് വരുന്നവരെ പെങ്ങളെ നമുക്കിത് ഇങ്ങനെ കൊണ്ടുപോകാനേ പറ്റൂ. കാരണം ഇവൻ നമ്മളെ കൂടുതലുള്ളൊരു ബ്രദറാണ്. അപ്പോൾ ഈ ബ്രദറിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ അലീന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇതിൽ അത്രയും ഉറപ്പ് വരണം, അല്ലെങ്കിൽ ആ കുട്ടി അത്രയും ഉറപ്പ് പറയണം. ഇതായിരിക്കും ഈ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടാണ്. ഇത് കണ്ട് നമ്മളെങ്ങനെ ഒരാളെ വിലയിരുത്തും, ഒരാളെ ഇൻറ്റഗ്രിറ്റി, ഒരാളെ ലോയാലിറ്റി, ഒരാൾ ഇത്രയും കാലം ചെയ്തു വെച്ച കരിയർ മൊത്തം സംഭവം നശിപ്പിക്കാനുള്ള സാധനമാണിത്. അപ്പം ഒരിക്കലും ഇതിൽ അങ്ങനെ ഒരു തീരുമാനം നമ്മളൊന്നും അറിയാതെ എടുക്കരുത്, മനസ്സിലായോ? ഒന്നും അറിയാതെ നമ്മൾ ഇതിലൊരു തീരുമാനം എടുക്കരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ദിവസത്തേക്ക് ഫാൽക്കൺ നമ്മൾ അവിടെ വെച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ തീരുമാനം, ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ തീരുമാനം. ഈ പറഞ്ഞ പോലെ അപ്പാപ്പൻ എന്താ പറയാണ്ടേന് 100% വാട്ടർ ക്യൂർസോ അതെന്താ ഗൈസ്? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ലീഡർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒയിനു. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ സാധാ ആർപികളായിട്ട് ഞാൻ പോകും. ആ സമയത്ത് വെറുതെ ചുമ്മാ വന്ന് മറ്റേ വർത്താനം പറയാൻ വേണ്ടി നിൽക്കരുത്, മനസ്സിലായോ? ആ സമയത്ത് വന്ന്
ചുമ്മാ മറ്റേ വർത്താനം വന്ന് പറയാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കോ ലീഡറിനും ഒരു മെമ്പറും പോയി വേണമെങ്കിൽ ഞാൻ സിറ്റിസണവരായിട്ട് ഞാൻ ഇതാക്കും, എന്നെ സമാധാനമായിട്ട് ഇതാക്കാൻ വിടണം. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഞാൻ അത് ചെയ്യുന്നില്ല, ഞാൻ ഇത് നോക്കുന്നില്ല, ഞാൻ അങ്ങനെ ആക്കുന്നില്ല, ഞാൻ ഇങ്ങനെ ആക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ആൾ തന്നെ വന്ന് എന്നെക്കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. ഈ പറഞ്ഞ പോലെ എന്നോട് ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മണ്ടനാണെങ്കിൽ എന്ത് ചെയ്യണം, എന്നെ അതിന് ഇതാക്കണം, സപ്പോർട്ട് ചെയ്യണം അല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആരാ? എന്നെ കൂടെയുള്ള ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആണ് എൻ്റെ കൂടെയുള്ളവരെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ പറഞ്ഞ പോലെ എന്നെ ആ ഇത് ഉണ്ടായിരുന്നു ഗൈസ്. ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് മീൻസ് എൻ്റെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞു തരാനും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, VC-യിൽ ഇങ്ങനെ വന്ന് ഈ പറഞ്ഞ പോലെ ഇത് ആക്ക്, ഈ പറഞ്ഞ പോലെ ഈ സംഭവങ്ങൾ ചെയ്യ്, ഈ പറഞ്ഞ പോലെ കോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഷ്യൂ വരുമ്പോൾ കയറ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നൊന്നും എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. മനസ്സിലായി? ഈ പറഞ്ഞ കുറ്റം പറഞ്ഞ ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നത് എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്നെ ഇപ്പോൾ ഈ ഫാൽക്കണിൻ്റെ ഇഷ്യൂ പോലും ഞാൻ അറിയുന്നത് ഞാൻ സ്വയം ഇതാക്കുമ്പോൾ ഞാൻ അറിയുന്നത്. ഞാൻ ഉറക്കത്തായിരുന്നു. ഞാൻ ഉറങ്ങി എണീച്ചപ്പോൾ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഇത് കാണുകയായിരുന്നു ചെയ്തത്. മനസ്സിലാവും? അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പല ഇത് നടക്കുമ്പോൾ എന്നോട് ഇത് പറയുന്നില്ല. എന്നോട് പറയാനുള്ള കാര്യം എന്നോട് തുറന്നു പറയാതെ ഈ പറഞ്ഞ പോലെ ലൈവിൽ വന്നിട്ടാണ് പല ആൾക്കാരും എന്നോടുള്ള ഇത് ഷമീർ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നില്ല, ഷമീർ ഒന്നും ആക്കുന്നില്ല എന്നുള്ള കാര്യം ലൈവിൽ വന്നിട്ടാണ് ഇവരൊക്കെ പറയുന്നത്. മനസ്സിലാവും? അപ്പോൾ അതെനിക്ക് വല്ലാണ്ട് കൂടുതലും കഴിച്ചു. കാരണം ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരു ഇത് ഉണ്ടാക്കി കൊടുത്തിരുന്നു, അവർക്കൊരു വ്യൂവർഷിപ്പ് ഞാൻ ഇതാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ ഈഗിൾ വന്നല്ലോ. ഈഗിൾ ഒരു കാര്യം സംസാരിക്കാൻ വന്നു. ഈഗിൾ നമ്മൾ MRCൻ്റെ എതിരെ ഒരു കാര്യം സംസാരിക്കാൻ വന്നപ്പം പോലും ഒരുത്തനെയും ഞാൻ കണ്ടിട്ടില്ല ഗൈസ്.